ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. പല്ല് തേച്ചിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോയി പല്ല് തേച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയും കേട്ടോ. ഇവിടെ മീൻ കറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്. ഏത് കറി എടുക്കണമെന്ന് കൺഫ്യൂഷൻ. അപ്പോൾ ചിക്കൻ ഇന്നലെ വെച്ചതാണ്, ഇന്നലെ ഉച്ചക്കത്തെയാണ്. അപ്പം അത് ചൂടാക്കി കഴിക്കാൻ നോക്ക്. പിന്നെ ഇവിടെ പാലുണ്ട്, ഹോർലിക്സ്. ഇത് വാപ്പി ഒരു മാല, വലിയൊരു മാല മേടിച്ചിട്ട് വന്നേട്ടാ. ഞാൻ കുപ്പി വാങ്ങിക്കണമെന്ന് പറഞ്ഞു, കാരണം എൻ്റെ മൂഡ് അനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ ഞാൻ കഴിക്കത്തില്ല, ചിലപ്പോൾ കഴിക്കും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ. സമയം ഇപ്പം 9:30 കേട്ടാ. ഉമ്മ ഇപ്പോഴൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും നേരത്തെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. മാക്സിമം ഒരു 10-10:30. കാരണം ഞാൻ എണീറ്റ് പല്ല് തേച്ച് ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോൾ ആ ഒരു സമയമാവും. രാത്രി ഒട്ടും ഉറക്കമില്ലാത്തതുകൊണ്ട് രാവിലെ നല്ലപോലെ കിടന്നുറങ്ങും. അതുകൊണ്ട് ലേറ്റാവും എണീക്കാൻ. രാത്രി ഉറക്കമെന്ന് പറയുന്ന സാധനം ഇല്ല. ഒന്നാമത് കുറേ പ്രാവശ്യം മൂത്രമൊഴിക്കാൻ എഴുന്നേക്കണം, അപ്പം തന്നെ ഉറക്കം പോവും. പിന്നെ ഫോണിൽ കളിച്ചിരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നല്ല രീതിക്ക് കറുപ്പ് വന്നിട്ടുണ്ട്. പ്രഗ്നൻസിയിലാകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതാണ്, എൻ്റെ അണ്ടർ ഐ ഡാർക്ക്നെസ്. പോട്ടെ, എന്തായാലും ഞാൻ കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. ഫുഡ് കഴിച്ചിട്ട് എൻ്റെ കൊറിയർ വന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഞാൻ ഈ ബോക്സിലൊക്കെ ഇരിക്കുന്നത് വീഡിയോ എടുത്തിട്ട് പിന്നെ റിട്ടേൺ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. എൻ്റെ അപ്പുറത്ത് ആ തേരാപ്പാര നടക്കുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ് കേട്ടോ, ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ആൾ നിൽക്കുവാണ്. അവിടെ ഇരുന്ന കുറേ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഞാൻ പിറക്കി എടുത്ത് എല്ലാം സെറ്റാക്കി വെക്കുവാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ഉമ്മ ഉച്ചക്കത്തേക്ക് പയറ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉമ്മാനോട് ബെഡ്ഷീറ്റ് എവിടെയും ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും വരാം, നിനക്ക് ഒറ്റയ്ക്ക് വിരിക്കാൻ പറ്റത്തില്ല, ഞാൻ വന്ന് വിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുവാണ്. ഇപ്പോൾ ആ ബെഡിൽ നിന്ന് എടുത്ത് മാറ്റിയ മഞ്ഞ കളർ ബെഡ്ഷീറ്റില്ലേ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇപ്പോൾ വിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. എൻ്റെ വീട്ടിൽ കൂടുതലും ബെഡ്ഷീറ്റ്സൊക്കെ ഞാൻ ഓൺലൈൻ പർച്ചേസാണ്. അതേപോലെ തന്നെ ഷിനാജിൻ്റെ വീട്ടിലും ഞാൻ കൂടുതലും ഓൺലൈൻ പർച്ചേസായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഉമ്മാൻ്റെ കൂടെ വിരിക്കാൻ നിൽക്കാമെന്നൊക്കെ ഓർത്താണ്, പക്ഷേ ഞാൻ ടയർഡായപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നത് കേട്ടോ. പിന്നെ ഇത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി വിരിക്കാൻ പാടാണ്. അതുകൊണ്ട് ഉമ്മ തന്നെ കേട്ടോ വിരിച്ചത്. പിന്നെ പുതപ്പും ഒക്കെ ഒന്ന് മടക്കി വെച്ച് തലങ്ങണിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ ഹോം ടൂർ വീഡിയോ ഇടണമെന്നും പറഞ്ഞ് ഷോർട്സിൽ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കർട്ടനും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ഇടാഞ്ഞത്. ഇനി ഞാൻ വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇൻഷാല്ലാ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഹോം ടൂർ ഇടാവേ. അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ ഇതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഞാൻ പോകുന്നതിന് മുമ്പ് ആൾ പോകുന്നത്, ഞാൻ പോകുമ്പം പുള്ളിക്കാരിക്ക് സങ്കടമാകുമെന്ന്, അത് കാണാൻ വയ്യാത്തതുകൊണ്ട് പോകുകയെന്നും പറഞ്ഞ് അങ്ങനെ എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോയി വേഗം കുളിച്ച് വന്നപ്പോൾ ഞാൻ ഇപ്പം ഷിനാജിനെ വിളിച്ച് നോക്കിയപ്പോൾ ചേർത്തലെത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന കേൾക്കാൻ തോന്നി. ഇവിടെ ഫാൻ വെച്ചിരിക്കുന്നുണ്ട്, ടേബിൾ ഫാൻ സൗണ്ട് ഉണ്ട്. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ഷിനാജ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 6 മണിയായപ്പോൾ ഇറങ്ങിയതാട്ടോ രാവിലെ. ഇവിടെ ഒരു 11:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എത്തി കേട്ടോ. പിന്നെ ഫവാസും കുഞ്ഞുമണിയും ഉണ്ട് കൂടെ. അവരില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. പിന്നെ ഞാൻ വീഡിയോ ഓണാക്കിയ കണ്ടിട്ടാണ് കേട്ടോ ഇവരൊക്കെ തിരിഞ്ഞ ബാക്കിൽ ഡിക്കിയിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഷിനാജി പറക്കിയെടുക്കുന്ന സാധനങ്ങൾ, എൻ്റെ ചെരുപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 7ാം മാസത്തിൽ വാങ്ങിച്ച എൻ്റെ പുതിയ ചെരുപ്പ് ഗൈസ് പട്ടി കടിച്ച് 4 കഷ്ണമാക്കി. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഇടാൻ ചെരുപ്പില്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 1-2 ഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആ ബാഗിലിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഫ്രഷ് ആയിട്ട് ഇടാനുള്ള ഡ്രസ്സും അങ്ങനെയൊക്കെ. ഇന്ന് വന്ന് അന്ന് തന്നെ നമ്മൾ പോകുമായിരുന്നു. ഇവിടെ ഇവർ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ഞായറാഴ്ചയാണ് കേട്ടോ ഇവർ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന്. വീട്ടിലുള്ള കുറച്ചുകൂടെ വീഡിയോസ് ഇട്ട് തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഇട്ടിട്ട് ഇതിട്ടാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാതെ വെച്ചിരിക്കുമായിരുന്നേ. പിന്നെ അങ്ങനെ അവർ വന്ന് അകത്ത് കയറി സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളല്ല ഉമ്മ നേരത്തെ തന്നെ മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങ ആയിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ. അങ്ങനെ ജ്യൂസൊക്കെ ഒഴിച്ച് അവർക്ക് കൊണ്ട് കൊടുത്ത് എന്താ അന്തം വിട്ട് നോക്കുന്നത്? സിറ്റ് ഔട്ട് ഇഷ്ടപ്പെട്ട ജിയാണ് സിമ്മെങ്കിൽ ഇവിടെ അറേഞ്ച് ഇല്ല.
പിന്നെ ഇതുവരെ വന്നപ്പം ഷിനാജ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ബ്രെഡുണ്ട്, പിന്നെ ന്യൂട്ടല്ല ഉണ്ട്, പിന്നെ 50-50യുടെ ബിസ്ക്കറ്റ്, ഒരു കവർ പാൽ, അതൊക്കെയായിരുന്നു. എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ന്യൂട്ടല്ലയും ബ്രെഡും. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാക്ക് ഈ ബിസ്ക്കറ്റ് റസ്ക്കൊക്കെ രാവിലെ ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ. അപ്പം ഞാൻ അടുത്തു നിന്ന് ഉമ്മാനെ വെറുതെ ഇളക്കുക. എപ്പോഴും ഞാൻ പോകുമ്പം പതിവായിട്ടുള്ള കാര്യമാണല്ലോ ഉമ്മാൻ്റെ കരച്ചിൽ. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയമാകുമ്പോൾ കരയില്ലെന്ന്. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞു എന്നെ കൂടെ വെറുതെ ഈ സമയത്ത് വിഷമിപ്പിക്കല്ലേ, കരയില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് എവിടുന്ന് ആളെ നല്ല കരച്ചിലായിരുന്നു. അത് ഈ ചെയ്പ്പ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം. അങ്ങനെ പപ്പടം പൊരിച്ച്, മോര് കാച്ചി, പിന്നെ കഷ്ണം മീൻ്റെ കറി ഉണ്ടായിരുന്നു, കേരക്കറി ആയിരുന്നു കേട്ടോ, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ വെറുംചോറായിരുന്നു കേട്ടോ. ഇവർ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷിനാജ് എന്തൊക്കെ ഉണ്ടാക്കണമെന്നുള്ള മെനു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞ് നാടൻ ഫുഡ് മതി, മന്തി, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒരു ഐറ്റംസും വേണ്ട എന്നുള്ളത്. കാരണം ഇവിടുത്തെ നാടൻ ഫുഡ് അത് വേറൊരു ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുള്ള് നാടൻ ഫുഡ് ആക്കിയത്. മീൻകറിയും ബീഫൊക്കെ ഉമ്മ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ, മീൻകറിയിൽ ആ പുളിയൊക്കെ ഇറങ്ങി സെറ്റാവും. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മാറി ഒറ്റൊരു കിടത്തായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഇറങ്ങിയതല്ലേ, ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ഇനി തിരിച്ച് ഒറ്റയിരിപ്പിരുന്ന് വണ്ടി ഓടിച്ച് പോകാനുള്ളതല്ലേ. അങ്ങനെ അവർ 3 പേരെയും കൂടെ ഒരു റൂമിൽ സെറ്റാക്കി 3 പേരും കിടന്നുറങ്ങി. ആ സമയത്ത് ഉമ്മ എൻ്റെ കാല് നെക്കി തരുവാട്ടെ. എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങോട്ട് അതായത് ഇങ്ങോട്ട് വരാൻ സമയമായപ്പോഴത്തേക്കും നീര് കുറച്ച് കൂടി. അങ്ങനെ കുറേ നേരം ഇരുന്ന് കാല് നക്കിയിട്ട് ഞാനും ഉമ്മയും കൂടെ മൂത്തുമാടെ വീട്ടിലേക്ക് പോയിട്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ, അപ്പോൾ അവർ കിടന്ന് ഉറങ്ങുമല്ലേ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് ഓർത്ത്. ഇവിടെ മൂത്തുമാടെ മോളും കുഞ്ഞൊക്കെ ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ മൂത്തുമ്മ കലക്കി തന്ന്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ അവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി. ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ചോറ് കഴിക്കണ്ട, നമുക്ക് പോകണ്ടേന്ന് പറഞ്ഞ് അവരെ വിളിച്ചുണർത്തി ഫുഡ് കൊടുത്ത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ പയറ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാത്തിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഉമ്മ ഉണ്ടാക്കിയ ആ കഷ്ണം മീൻ്റെ കറിയാണ് കേട്ടോ. അടിപൊളി മീൻ കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ പാഴ്സലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഞാനും ഫുഡ് കഴിച്ചായിരുന്നു. കാരണം നമുക്കൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും റെസ്റ്റിംഗ് ടൈമാണിത്. എൻ്റെ വീട്ടിലാണെങ്കിൽ അൺസഹിക്കബിൾ ആണ് കേട്ടോ ചൂട്. അതുകൊണ്ട് എവിടെ ഇരുന്നാലും ഒരു ടേബിൾ ഫാനും കൂടെ എക്സ്ട്രാ വേണം. അപ്പോൾ എൻ്റെ അനിയൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് എവിടെയോ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ ഏകദേശം ഇവരൊക്കെ കുളിച്ച് സെറ്റായി, ഞാനും റെഡിയായി. എൻ്റെ സാധനങ്ങളൊക്കെ ഡിക്കിയിലോട്ട് എടുത്ത് വെക്കുവാണ്. എല്ലാവരും ചൂടെടുത്ത് വീശി ഇരുന്നപ്പോഴാണ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തത്. ഇവിടെ അങ്ങനെ എപ്പോഴും ഒന്നും പെയ്യാറില്ല കേട്ടോ, വല്ലപ്പോഴും ഒന്ന് ചാറി അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ ട്രൈപോഡ്, പിന്നെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നല്ലോ, അതൊക്കെ തിരിച്ചും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതൊക്കെ ഷിനാജ് സെറ്റ് ചെയ്യുവാണ് ഡിക്കിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴയും ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന് ഓരോരുത്തരായിട്ട് കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഉമ്മ ചായ ഇട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉമ്മ വിഷമിക്കുന്ന കുറച്ച് രംഗങ്ങൾ നമുക്ക് കാണാം. ചായ ഇട്ടുകൊണ്ടിരുന്ന് ഞാൻ ഓരോന്നൊക്കെ ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആളുടെ കൺട്രോള് പോയി, കരയാൻ തുടങ്ങി. ഞാൻ പരമാവധി പറഞ്ഞു കരയല്ലേ, ഞാനിനി ഇങ്ങോട്ട് തന്നെ വരുമല്ലോ ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ അതുമല്ല, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന ആ സമയമാകുമ്പം എൻ്റെ ഉമ്മ അങ്ങോട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കല്ലേ എന്ന്. പക്ഷേ എനിക്കറിയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഉമ്മമാർക്കും അങ്ങനെയായിരിക്കും, മക്കൾ വന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, പ്രത്യേകിച്ചും ഈ ദൂര സ്ഥലത്ത് കെട്ടിച്ചവർ. ഇങ്ങനെയാണെ ഞാനിവിടെ നിൽക്കാൻ വരത്തില്ല. അത് കൊള്ളാമല്ലോ, വെറുതെ അടക്കി പിടിച്ചിരിക്കുന്ന എന്നെ കൂടെ കരയിപ്പിക്കും. ഫോൺ ഓണാക്കിയാൽ ഒളിച്ചു പോയി ഒന്ന് കരയില്ല. കരഞ്ഞ ഞാനിന്ന് നിൽക്കാൻ വരത്തില്ല, ഉള്ള കാര്യം പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ 1 മാസം കറക്റ്റൊന്നും അവിടെ നിന്നിട്ടില്ല കേട്ടോ. ഒരു 10-18 ദിവസം, 18-20 ദിവസമേ നിന്നിട്ടുള്ളൂ. കാരണം 8-ാം മാസം തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ചിങ്ങോട്ട് വരണമെന്ന്, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ടെന്ന് ഉമ്മ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 8-ാം മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോകാമെന്ന് ഓർത്ത് അങ്ങനെ പോകുവാണ്. അപ്പോൾ ഏങ്ങലടിച്ച് കരയുമായിരുന്നു കേട്ടോ. കുഞ്ഞുമണി അവിടെ നിന്ന് പറയുന്നുണ്ട് ഇനിയമ്മായി ഞങ്ങളുടെ കൂടെ വാന്ന്. ഷിനാജും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനിയമ്മായി ഞങ്ങളുടെ കൂടെ വാന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, അപ്പോൾ ആ സങ്കടം മാറുമല്ലോ എന്ന്. പക്ഷേ ഉമ്മ വന്നില്ല. വാപ്പായും അനിയനും അവിടെ അവരുടെ കാര്യം കട്ടപ്പുകയാകുന്നതുകൊണ്ട് ഉമ്മ വന്നില്ല. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് അടക്കി പിടിച്ച് ഞാൻ അവിടെ നിന്നത്. പിന്നെ മൂത്തുമ്മ അടുത്തുള്ളതായിരുന്നു എൻ്റെ ആകെ ഒരു സമാധാനം. അവിടെ മൂത്തുമ്മയുടെ മോളും കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ മൂത്തുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനെയും കൊണ്ട് പോയിക്കോ, ഞാൻ പോയാൽ വിഷമം മാറട്ടെ, എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വിട്ടാൽ മതി, ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്നൊക്കെ.
അപ്പോൾ തന്നെ മൂത്തുമ്മ വിളിച്ചോണ്ട് പോയായിരുന്നു കേട്ടോ ഉമ്മാനെ. പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയം വാപ്പി വീട്ടിലില്ലായിരുന്നു. വാപ്പി ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. വാപ്പി വെളുപ്പിനെ 3 മണിക്ക് പോയാൽ പിന്നെ വൈകുന്നേരം 4 മണിക്ക് വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ വാപ്പിയുടെ ജോലി എന്താണെന്ന് കുറേ പേര് ചോദിച്ച്. ഇറച്ചി കടയിലാണ് കേട്ടോ, ഇറച്ചി വിട്ടാണ് ജോലി. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന വഴി കടയിൽ കയറി വാപ്പിനെയൊക്കെ കണ്ടിട്ടാണ് പോയത്. പിന്നെ കാറിലിരിക്കാൻ നേരം എനിക്ക് പ്രഗ്നൻസി പില്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഉപകാരമായിരുന്നു അത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. നടുവിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട്. പിന്നെ ബാക്കിലാണ് ഞാൻ ഇരുന്നത്, കാരണം ഷിനാജിൻ്റെ മടിയിലോട്ട് കാല് നീട്ടി വെച്ചാലൊരു സപ്പോർട്ടാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫ്രണ്ടിലിരുന്നില്ല. പോകുന്ന വഴി നമ്മൾ എറണാകുളം ലുലുവിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഷിനാജ് ഒരു 4 വർഷത്തോളം എറണാകുളത്ത് നിന്ന് വർക്ക് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഷിനാജിന് എപ്പോഴും എറണാകുളവും ലുലു ഒക്കെ ഒരു ന്യൂസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴൊക്കെ ഈ റൂട്ട് പോയാലും ഞങ്ങൾ ലുലുവിൽ കയറാറുണ്ട്. അപ്പോൾ ഇവർ നെസ്കഫേയുടെ ഇവിടെ തന്നിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിച്ച് തന്നില്ല, കാരണം ഈ സമയത്ത് എനിക്ക് കോഫി ഐറ്റംസ് അങ്ങനെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഷിനാജ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിലൊക്കെ, അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നില്ല. ഇവർ മാത്രം കുടിച്ച് എനിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഒരു അവക്കാഡോ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെറുതെ ലുലു ഫാഷൻ സ്റ്റോറിൽ ഒന്ന് കയറി ഈ പെട്ടി ഒരെണ്ണം വാങ്ങണമെന്നുണ്ട് കേട്ടോ. ഇനി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ. ആ പെട്ടിയുടെ വില നോക്കിയപ്പോൾ ഗൈസ് 8600 രൂപ എങ്ങാണ്ട്. അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ന്യൂ ബോൺസിൻ്റെ ഡ്രസ്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉള്ള സെക്ഷൻ ഉണ്ടല്ലോ. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഡ്രസ്സ് തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോംബർ ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത്. ഫുള്ളിൽ വരുന്നതല്ല, ഇതേപോലെ ഹാഫ് സ്ലീവ് വരുന്ന റോംബേഴ്സ് ഉണ്ടല്ലോ, അതാണ് നോക്കുന്നത്. ഈ ഒരു ഡ്രസ്സിന് വേറെന്തോ പേരാട്ടോ പറയുന്നത്, അതൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോഴൊക്കെ 3 to 6 months ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടക്കുന്ന് എങ്ങനെയെങ്കിലും തപ്പി എടുക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പുറത്തോട്ട് സെക്ഷനിലോട്ട് വന്നിട്ട് പ്രസ് ബട്ടൻ്റെ ഒരു 3 ഡ്രസ്സാണ് കേട്ടോ. കോംബോ ആയിട്ട് വരുന്നതാണ്. 500 സംതിങ് എന്തോ ആണ് റേറ്റ്. അപ്പോൾ ഫുൾ സ്ലീവ് എടുക്കാതെ അത് ഞാൻ ഹാഫ് സ്ലീവാണ് എടുത്തത്. പിന്നെ പിങ്കും ബ്ലൂവും ഒന്നും വാങ്ങരുതെന്ന് ഒരിതുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, കാരണം നമുക്ക് കുട്ടി ഏതാ ജെൻഡറെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ബ്ലൂവും പിങ്കും ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അല്ലാത്ത കളർ നോക്കിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് ഓവർ റേറ്റ് ആയിട്ടും തോന്നിയില്ല. എല്ലാം ഒരു മിനിമം ആ ഒരു റേറ്റ് തന്നെ ഉള്ളൂ, ഓവർ റേറ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഷിനാജ് ദേ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ന്യൂ ബോൺ ഇടാൻ പറ്റിയ സൈസ്. അങ്ങനെ തപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 2 എണ്ണം. ഇതിൽ ആ ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളർ ലൈൻ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, മറ്റേത് ഷിനാജിന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ വേറെയും നമ്മൾ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ട 2 എണ്ണം അല്ല, ഒരു 3-4 ഡ്രസ്സ് നമ്മളെടുത്ത് ബില്ലാക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടാണ് പോയത്. ജസ്റ്റ് ഡ്രസ്സ് മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട വേറെ ഒരു സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അതവിടെ എത്തിയിട്ട് പിന്നെ പോയി വാങ്ങാമെന്ന് ഓർത്ത്. അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി. ഷിനാജ് എന്തോ ചിക്കൻ കറി ബ്രോസ്റ്റൊക്കെ ആട്ടോ വാങ്ങിച്ചു. ഞാൻ നല്ല ചൂട് ദോശയും ഉഴുന്നുവടയും സാമ്പാറും അങ്ങനെ പലവരും പല ഐറ്റംസാണ് വാങ്ങിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വണ്ടി കയറി ഇനി നേരെ ഒറ്റ വിടലാണ് വീട്ടിലേക്ക്. ഒരു 8 മണി ടൈമൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ ലുലുവിൽ ഇറങ്ങിയത്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിലിരിക്കാതെ ബാക്കിലിരുന്നത് എനിക്കിങ്ങനെ കാല് നീട്ടിയിരിക്കാമല്ലോ, കാല് തൂക്കിയിട്ടിരിക്കണ്ടല്ലോ. കാല് നീട്ടിയിരുന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസി പില്ലോ എൻ്റെ ഈ ഒരു യാത്രയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. നടുവിനും മുതുകിനും കൈക്കും കാലിനും ഒക്കെ നല്ല സപ്പോർട്ടായിട്ടാണ് അത് വെച്ച് ഞാൻ ഇരുന്നത്. കോഴി കരയുന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യല്ലേ. ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ ഒരു ലൈഫ് സേവറായിട്ടാണ് എനിക്ക് ആ പ്രഗ്നൻസി പില്ലോ തോന്നിയത് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അൽഹംദുലില്ലാ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ വേദനകൾ, നടുവിന് വേദന, കാലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് ഇത്രയും ദൂരം ഇരുന്ന് വന്നതിൻ്റെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12:30 ആയപ്പോൾ നമ്മൾ മണ്ണാർക്കാട് എത്തി. ഫവാസിനെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ പോകുകയാണ്. ഇനി കുഞ്ഞുമണിയുടെ വീട്ടിലും കൂടെ ഇറക്കിയിട്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കാറ് നാത്തൂൻ്റെ കാറാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോവാണ്. പിന്നെ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ കാറ്റത്തും മഴയത്തും ഷെഡിൽ വന്ന് റിസ്ക് എടുക്കുന്നത്, സ്വന്തം വീട്ടിൽ നിന്നൂടെ, സ്വന്തം സേഫ്റ്റി അല്ലേ നോക്കണ്ട ഈ ഒരു സമയത്തെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെയൊക്കെ കാര്യം എന്താണെന്നുള്ളത് ശരിക്കും ഞാൻ Q&Aയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും റിപ്പീറ്റായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. കാണാത്തവരായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ലോങ് വീഡിയോ കാണാത്തവർ ഷോർട്സ് കാണുന്നവരുണ്ടല്ലോ, അപ്പോൾ ഷോർട്സിൽ പറഞ്ഞുകൂടെയെന്നും ചോദിക്കുന്നുണ്ട്. ഷോർട്സിൽ പറഞ്ഞാൽ തീരത്തില്ല, അതുകൊണ്ടാണ് ആ ലോങ് വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ അതേ കുഞ്ഞുമണീനെ ഇറക്കിയിട്ട് നമ്മളതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഉറക്കം നല്ലപോലെ എനിക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടിലൊന്ന് കിട്ടിയാൽ മതിയെന്നായിരുന്നു, ഒന്ന് നടുവ് നിവർത്തി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ